5-ാം അധ്യായം. ഇസ്രായേലിന്റെ ആദ്യജാതനായ രൂബേന്റെ പുത്രന്മാർ. അവനല്ലോ ആദ്യജാതൻ. എങ്കിലും അവൻ തന്റെ പിതാവിന്റെ ശയ്യയെ അശുദ്ധമാക്കിയതുകൊണ്ട് അവന്റെ ജ്യേഷ്ഠാവകാശം ഇസ്രായേലിന്റെ മകനായ യോസേഫിന്റെ പുത്രന്മാർക്കു ലഭിച്ചു. വംശാവലി ജ്യേഷ്ഠാവകാശപ്രകാരം എണ്ണുവാനുള്ളതുമല്ല. യഹൂദ തന്റെ സഹോദരന്മാരെക്കാൾ പ്രബലനായിത്തീർന്നു. അവനിൽ നിന്ന് പ്രഭു ഉത്ഭവിച്ചു. ജ്യേഷ്ഠാവകാശമോ യോസേഫിനു ലഭിച്ചു. ഇസ്രായേലിന്റെ ആദ്യജാതനായ രൂബേന്റെ പുത്രന്മാർ ഹാനോക്ക്, പല്ലു, ഹെസ്രോൻ, കർമ്മി. യോവേലിന്റെ പുത്രന്മാർ അവന്റെ മകൻ ശമയ്യാവ്, അവന്റെ മകൻ ഗോഗ്, അവന്റെ മകൻ ഷിമയി, അവന്റെ മകൻ മീഖ, അവന്റെ മകൻ രയായാവ്, അവന്റെ മകൻ ബാൽ, അവന്റെ മകൻ ബത്തേയ, അവന്റെ മകൻ ബയേര. അവനെ അശ്ശൂർ രാജാവായ തിഗ്ലത്ത് പിൽനെസർ ബദ്ധനാക്കി കൊണ്ടുപോയി. അവൻ രുബേന്യരിൽ പ്രഭുവായിരുന്നു. അവരുടെ വംശാവലി തലമുറ തലമുറയായി എഴുതിയിരുന്ന പ്രകാരം കുലം കുലമായി അവന്റെ സഹോദരന്മാർ ആരെന്നാൽ, തലവനായ യയീയേൽ, സഖര്യാവ്, അരോവേരിൽ നെബോവും ബാൽമെയോനും വരെ പാർത്ത ബേല. അവൻ യോവേലിന്റെ മകനായ ശേമയുടെ മകനായ ആസാസിന്റെ മകനായിരുന്നു. അവരുടെ കന്നുകാലികൾ ഗിലെയോദ് ദേശത്ത് പെരുകിയിരുന്നതുകൊണ്ട് അവർ കിഴക്കോട്ട് ഫ്രാത്തു നദി മുതൽ മരുഭൂമി വരെ പാർത്തു. ശൌലിന്റെ കാലത്ത് അവർ ഹഗ്രീയരോട് യുദ്ധം ചെയ്തു. അവർ അവരുടെ കൈയാൽ പട്ടുപോയ ശേഷം അവർ ഗിലെയാദിന് കിഴക്ക് എല്ലായിടവും കൂടാരം അടിച്ചു പാർത്തു. ഗാദിന്റെ പുത്രന്മാർ അവർക്ക് എതിരെ ബാശാൻ ദേശത്ത് സാൽക്ക വരെ പാർത്തു. തലവനായ യോവേൽ, രണ്ടാമനായ ഷാഫാം, യനായി, ബാശാനിലെ ഷാഫാത്ത്. അവരുടെ പിതൃഭവനത്തിലെ സഹോദരന്മാർ മിഖായേൽ, മെശുല്ലാം, ഷേബ, യോരായി, യക്കാൻ, സീയ, ഏബർ. ഇങ്ങനെ 7 പേർ. ഇവർ ഹൂരിയുടെ മകനായ അബീഹയീലിന്റെ പുത്രന്മാരായിരുന്നു. ഹൂരി യാരോഹയുടെ മകൻ. അവൻ ഗിലെയാദിന്റെ മകൻ. അവൻ മിഖായേലിന്റെ മകൻ. അവൻ യശീശയുടെ മകൻ. അവൻ യഹദോവിന്റെ മകൻ. അവൻ ബൂസിന്റെ മകൻ. ഗൂനിയുടെ മകനായ അബ്ദിയേലിന്റെ മകനായ അഹി അവരുടെ പിതൃഭവനത്തിൽ തലവനായിരുന്നു. അവർ ഗിലെയാദിലെ ബാശാനിലും അതിനുൾപ്പെട്ട പട്ടണങ്ങളിലും അവരുടെ അതിരുകളോളം ശാരോനിലെ എല്ലാ പുൽപ്പുറങ്ങളിലും പാർത്തു. ഇവരുടെ വംശാവലിയൊക്കെയും യഹൂദ രാജാവായ യോഥാമിന്റെ കാലത്തും ഇസ്രയേൽ രാജാവായ യൊരോബെയാമിന്റെ കാലത്തും എഴുതിയിരിക്കുന്നു. രൂബേന്യരും ഗാദ്യരും മനശ്ശെയുടെ പാതിഗോത്രക്കാരും ശൂരന്മാരും വാളും പരിചയും എടുപ്പാനും വില്ലു കുലച്ചു എയ്വാനും പ്രാപ്തിയുള്ളവരും യുദ്ധസാമർഥ്യമുള്ളവരുമായ പടച്ചേവകർ 44,760 പേരുണ്ടായിരുന്നു. അവർ ഹഗ്രിയരോടും യതൂർ, നാഫീഷ്, നോദാബ് എന്നിവരോടും യുദ്ധം ചെയ്തു. അവരുടെ നേരെ അവർക്ക് സഹായം ലഭിക്കയാൽ ഹഗ്രിയരും കൂടെയുള്ളവരെല്ലാവരും അവരുടെ കൈയിൽ അകപ്പെട്ടു. അവർ യുദ്ധത്തിൽ ദൈവത്തോട് നിലവിളിച്ച് അവനിൽ ആശ്രയം വെച്ചതുകൊണ്ട് അവൻ അവരുടെ പ്രാർത്ഥന കേട്ടരുളി. അവൻ 50,000 ഒട്ടകം, 2,50,000 ആട്, 2,000 കഴുത എന്നിങ്ങനെ അവരുടെ കന്നുകാലികളെയും 1,00,000 ആളുകളെയും പിടിച്ചുകൊണ്ടുപോയി. യുദ്ധം ദൈവഹിതത്താൽ ഉണ്ടായതുകൊണ്ട് അധികം പേർ ഹതന്മാരായി വീണു. അവർ പ്രവാസകാലം വരെ അവർക്ക് പകരം പാർത്തു. മനശ്ശെയുടെ പാതിഗോത്രക്കാർ ദേശത്ത് പാർത്തു. ബാശാൻ മുതൽ ബാൽ ഹെർമോനും സെനീരും ഹെർമോൻ പർവ്വതവും വരെ പെരുകിപ്പരന്നു. അവരുടെ പിതൃഭവനങ്ങളുടെ തലവന്മാരാവിത്: ഏഫർ, യിഷി, എലിയേൽ, അസ്ത്രിയേൽ, യിരെമ്യാവ്, ഹോദവ്യാവ്, യഹദീയേൽ. ഇവർ ശൂരന്മാരും ശ്രുതിപ്പെട്ടവരും തങ്ങളുടെ പിതൃഭവനങ്ങൾക്ക് തലവന്മാരുമായിരുന്നു. എന്നാൽ അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തോട് ദ്രോഹം ചെയ്തു. ദൈവം അവരുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞ ദേശത്തെ ജാതികളുടെ ദേവന്മാരോട് ചേർന്ന് പരസംഗമായി നടന്നു. ആകയാൽ ഇസ്രയേലിന്റെ ദൈവം അശ്ശൂർ രാജാവായ പൂലിന്റെയും അശ്ശൂർ രാജാവായ തിഗ്ലത്ത് പിൽനെസരിന്റെയും മനസ്സുണർത്തി. അവൻ രൂബേന്യരെയും ഗാദ്യരെയും മനശ്ശെയുടെ പാതിഗോത്രത്തെയും പിടിച്ച് ഹലഹിലേക്കും ഹാബോരിലേക്കും ഹാരയിലേക്കും ഗോസാൻ നദീതീരത്തേക്കും കൊണ്ടുപോയി. അവിടെ അവർ ഇന്നുവരെയും ഇരിക്കുന്നു.